ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു സൺഡേ ആണ്. ഒരാഴ്ചത്തെ കംപ്ലീറ്റ് തിരക്കുകൾക്കിടയിൽ നിന്നും ഒക്കെ മാറിയിട്ട് റിലാക്സ് ചെയ്യാൻ എടുക്കുന്ന, നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലേ ഇത്. ചെറിയ വലിയ വർത്തമാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് RJ ആര്യാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ സ്വദേശിനിയാണ്. ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന സ്ത്രീ സംരംഭകരുടെ കൂട്ടായ്മയുടെ ഫൗണ്ടറാണ്. സാൻഡി സോയ എന്ന പേരിൽ ഒരു സോഫ്റ്റ് ഡെക്കർ കമ്പനിയുടെ ഉടമയുമാണ്. ത്രെഡ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, മിസസ് കേരള സെക്കൻഡ് റണ്ണറപ്പ് ആണ്, ടീച്ചറാണ്, മോഡലാണ്. ഇതിലുപരി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറാണ്. ലേഡി സ്മാർട്ടപ്പ് അവാർഡ് വിന്നറുമാണ്. ഇങ്ങനെ പല 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 മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു സൂപ്പർ വുമൺ ആണ് ഇന്ന് നമ്മോടൊപ്പം. ചെറിയ വലിയ വർത്തമാനത്തിൽ സന്ധ്യ രാധാകൃഷ്ണൻ, സ്വാഗതം. താങ്ക് യു. ഓക്കെ, ആദ്യം ഇപ്പോൾ നമ്മുടെ റെക്കോർഡുകളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? അതെ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എങ്ങനെയായിരുന്നു ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്? ഞാൻ ശരിക്കും ഒരു IT പ്രൊഫഷണൽ ആണ്. 8 വർഷം ഞാൻ വിവിധ കമ്പനികളിൽ HR ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം കരിയർ ബ്രേക്ക് എടുക്കേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് കോവിഡ് ടൈം വരുന്നത്. അപ്പോൾ ആ സമയത്ത് അറിയാവുന്ന ഒരു സ്കില്ല് എംബ്രോയിഡറി എനിക്ക് വളരെ ബേസിക് ആയിട്ട് അറിയായിരുന്നു. കാരണം അമ്മ കുഞ്ഞു മുതലേ എംബ്രോയിഡറി ചെയ്ത് ഞാൻ കണ്ട് ശീലിച്ചിട്ടുണ്ട്. അപ്പൊ ആ വെക്കേഷനിലാണ് ഞാൻ വെറുതെ 100 സ്റ്റിച്ചുകൾ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ ഐഡിയൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആളുകളുടെ ചിത്രങ്ങൾ നൂലിൽ തുന്നാൻ തുടങ്ങി. അപ്പോൾ ഇതങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ഒരു സ്കിൽ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാനിങ്ങനെ ഒരു ആർട്ടിസ്റ്റ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പലരും ഇങ്ങനെ റെക്കോർഡ്സ് കിട്ടിയിട്ട് അതിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ എനിക്കും തോന്നി ഓക്കെ, എന്തായാലും ഞാനൊരു യുണീക്ക് സ്കില്ലാണ് ചെയ്യുന്നത്, അപ്പൊ അത് അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും നെഗറ്റീവ് ആണെന്ന് പറയപ്പെടുന്ന ഒരു കോവിഡ് ടൈമിൽ തന്നെയാണ് എനിക്ക് 2 റെക്കോർഡ്സും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും എല്ലാവരും നെഗറ്റീവായിട്ട് മാറ്റി വച്ചിരുന്ന ആ ഒരു സ്പേസ് നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ചിത്രത്തുന്നലുകളിലൂടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ഈ ചിത്രത്തുന്നലിന്റെ സാധ്യതകൾ എത്രത്തോളമാണ്? ഇതിപ്പോ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. ഞാൻ 250-ൽ കൂടുതൽ വർക്കുകൾ ചെയ്തിട്ട് എന്റെ റെക്കോർഡ് തന്നെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. അപ്പം ഇത് അത്രയും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മള് ലൈൻ ആർട്ട് പോലെയാണ് ചെയ്തിരുന്നത്. പിന്നീട് അത് മാറ്റി കളർ ത്രെഡ്സിലേക്ക് മാറി. പിന്നീട് കളർ ത്രെഡ്സ് പെയിന്റിംഗ് പ്ലസ് ത്രെഡിലേക്ക് മാറി. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്കലായിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്ത് അതിന്റെ മുകളിൽ കംപ്ലീറ്റ് ഡ്രസ്സ് ഉൾപ്പെടെ അതുപോലെ കോപ്പി ചെയ്ത് തുന്നി ഫ്രെയിം ചെയ്താണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പം ആൾക്കാർക്ക് കൈ കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു പെയിന്റിംഗ് ആണെന്ന് തോന്നും. അത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ ആ നൂലിന്റെ എഫക്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അത്രയും യുണീക്ക് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊതുവെ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിന്റെ ഇന്ത്യക്കുള്ളിലും ഉണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ അക്രോസ് ദ ഗ്ലോബ് നമുക്ക് ക്ലയൻസും സ്റ്റുഡൻസും ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു യുണീക്ക് ആസ്പെക്ട് തന്നെയാണ് നമ്മൾ ഒരാൾ ഇത്രയും എഫേർട്ട് ഇട്ടൊരു ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്കും അതൊരു ഭയങ്കര സൂപ്പർ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം അയാൾക്ക് ഉറപ്പാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന്. അപ്പൊ ആ ഒരു കീ തന്നെയാണ് ഒരു പക്ഷേ ഇതിനെ ഇത്രയും യുണീക്ക് ആയിട്ട് നമുക്ക് അത്രയും കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ 2 വർഷത്തിലധികമായിട്ട് വർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അത്രത്തോളം ഡിമാൻഡിങ് ആണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ശരിക്കും നമ്മുടെ ശൈലജ ടീച്ചറിന്റെയും ബിന്ദു ടീച്ചറിന്റെയും കയ്യിൽ തുടങ്ങിയിട്ട് സണ്ണി ലിയോണിയുടെ കയ്യിൽ വരെ ഇപ്പൊ എത്തി നിൽക്കുന്നുണ്ടല്ലേ നൂൽചിത്രങ്ങൾ? അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ കടൽ കടന്ന് സന്ധ്യയുടെ ചിത്രത്തുന്നലുകൾ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, മോഡലിംഗ്. എങ്ങനെയായിരുന്നു മോഡലിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? മോഡലിംഗും ഈ പറയുന്ന പോലെ കോവിഡ് സമയത്ത്, കോവിഡിനൊക്കെ മുമ്പ് ഒരുപക്ഷെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെക്കുന്ന സമയത്താണ് ഒരു മെഡിക്കൽ ഇഷ്യൂ കാരണമാണ് എന്റെ വെയിറ്റ് അങ്ങനെ കൂടാതെ ഇരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായത്. അപ്പൊ അന്ന് മുതലേ ഞാൻ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഒരാളുടെ അയാൾ അറിയാത്ത അല്ലെങ്കിൽ മറ്റാരും അറിയാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ട് ആയിരിക്കാം ഒരാളിപ്പോ മെലിഞ്ഞായാലും വണ്ണം വെച്ചിരിക്കുന്നതായിരിക്കും. ഇനി ഇവൻ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരാളെ ഈ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ വെച്ചിട്ട് എക്സ്റ്റേണൽ അപ്പിയറൻസ് വെച്ചിട്ട് ഇങ്ങനെ കുറവുകളാണെന്ന് സമൂഹം പറഞ്ഞു വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ബോഡി ഷെയ്മിങ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ ആ സമയം മുതലേ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്ന കോവിഡ് ടൈമിൽ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പം കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടപ്പോ
എനിക്ക് തോന്നി ഇനി ഞാൻ ഈ പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് സംസാരിച്ചാൽ എന്നെ കേൾക്കാൻ കുറച്ചുകൂടി ആളുകൾ ഉണ്ടാവും. ആ സമയത്താണ് OVM ഫാഷൻ ക്യൂൺ നടത്തിയ മിസ്സസ് കേരള എന്ന് പറഞ്ഞിട്ടൊരു മത്സരം ഉണ്ടായിരുന്നു. അതും ഈ പറയുന്ന കോവിഡ് ടൈമിൽ തന്നെയായിരുന്നു. അപ്പൊ അതില് അവിടെ പോയിട്ട് ടൈറ്റിൽ വിൻ ചെയ്യണം എന്നൊന്നും അല്ല മനസ്സിൽ. നമുക്ക് എത്ര പ്രതിബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കാലിബർ അല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറയുന്ന അയാളുടെ എക്സ്റ്റേണൽ എന്താ പറയാ അപ്പിയറൻസ് ബേസ്ഡ് അല്ല, അതൊരു എന്താ പറയാ ഇന്റേണൽ ആണ്. നമ്മള് ഒരു പക്ഷെ ഈ സമൂഹം പറയുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ ഉള്ള മനുഷ്യർക്ക് പോലും ഇല്ലാത്ത സ്കിൽ സെറ്റ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരൊന്നും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാത്തത് പലപ്പോഴും ഈ സമൂഹം ഇങ്ങനെ ഒരു സൗന്ദര്യ സങ്കല്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതൊന്ന് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ആ സ്റ്റേജിൽ പോയത്. ഞാൻ എന്റെ സ്റ്റോറി പറഞ്ഞു, റെക്കോർഡ് ലഭിച്ച കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സെക്കൻഡ് റണ്ണറപ്പ് ആയി. അപ്പോ ആ സ്റ്റേജിൽ ഞാൻ സംസാരിച്ചത് ഇതിനെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ശരിക്കും മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്. ഞാൻ ഇന്ന് വരെ ചെയ്ത എല്ലാ മോഡലിംഗും ഇതുപോലെ ബോഡി ഷേമിങ് ചെയ്യരുത്, നമുക്കും നമ്മൾ വിചാരിക്കുന്ന ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് അതെ നിൽക്കുന്നത്. ഓക്കെ, നമ്മളായിരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ്. അതെ, ബോഡി ഷേമിങ്ങിനെതിരെ ഒരു മെസ്സേജ് നൽകാനായിരുന്നു മോഡലിംഗ് രംഗത്തേക്ക് സന്ധ്യ എത്തിച്ചേർന്നത്. സന്ധ്യയുടെ ശരീരത്തെ കീഴടക്കാനെത്തിയ ആ ഒരു അസുഖത്തെ കുറിച്ച് അത് വേറൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഡസ്റ്റൈനൽ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ആളുകളുണ്ട്. അത് പലപ്പോഴും അവര് നാണക്കേട് വിചാരിച്ചിട്ടും മറ്റും പറയാറില്ല. അതായത് നമ്മളൊന്ന് വാഷ്റൂമിൽ പോകുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നു എന്ന് പറയാനോ, അല്ലെങ്കിൽ നമുക്ക് വയറിന് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു 2-3 പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ടി വരുന്നു എന്നൊക്കെ പറയാൻ ഇപ്പൊ ഈ 2024 ആയാലും ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു മോശമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്റെ അതേ രോഗാവസ്ഥയുള്ള ഒരുപാട് പേര് രാവിലെ പോയി കഴിഞ്ഞാൽ ഡോക്ടറിന് 9-10 മണി വരെ പേഷ്യൻസിന് അറ്റൻഡ് ചെയ്യണം. അത്രയും രോഗികൾ ഈ പെർട്ടിക്കുലർ അസുഖമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു 2 വയസ്സ് ഉള്ള കുട്ടി മുതൽ 80-90 വയസ്സുള്ള ആളുകൾ വരെയുണ്ട്. പക്ഷെ ആരും ഇത് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കാൻ തയ്യാറല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഡിസീസ് എന്ന് പറഞ്ഞാല് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയും. മെയ് മാസത്തിൽ തന്നെയാണ് ശരിക്കും വേൾഡ് വൈഡ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഡേ എന്ന് പറയുന്നത്. അപ്പോ അതെന്താന്ന് വെച്ചാല് നമ്മളുടെ ഇൻഡസ്റ്റൈന്റെ പല ഭാഗങ്ങളെ ബാക്ടീരിയ അഫക്ട് ചെയ്തിട്ട് അവിടുന്ന് ഭാഗങ്ങൾ ഇളകി പോവുകയും പിന്നീട് നമ്മുടെ ഫുഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറയുകയും നമുക്ക് വയറ്റിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും അത് റെഗുലർ പീരീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അത് ഒരു ഭാഗത്ത് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തേക്ക് ഇത് ക്യാൻസർ പോലെ സ്പ്രെഡ് ചെയ്ത് ഒരുപക്ഷെ നമുക്ക് കുടല് തന്നെ നീക്കം ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം. അപ്പൊ നമ്മൾ മെഡിസിൻ എടുത്ത് അതിനെ സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാന്നല്ലാതെ ലോകത്തെങ്ങും ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഡിസീസിനെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരെയും ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കളിയാക്കാറുണ്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പലരും ചിന്തിക്കാറുമില്ല. തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് സാൻഡ്രയ്ക്ക്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു കാര്യം തമാശയാകുന്നത് അത് പറയുന്ന ആളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അത് ഒരുപോലെ ആസ്വദിക്കുന്ന സമയത്താണ്. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, ഞാനത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു, എന്നിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് കരയുന്ന മനുഷ്യരാണ് കൂടുതലും നമ്മൾക്കിടയിലുള്ളത്. കാരണം ഒരു കൂട്ടുകാരല്ലേ അല്ലെങ്കിൽ വീട്ടുകാരല്ലേ എന്ന് പറഞ്ഞ് സഹിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ ഉള്ളിലൊതുക്കി ഒന്നും ആകാതെ ആയിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അതായത് ഈ കളിയാക്കളികളൊക്കെ ഒരു പക്ഷെ അവർ ചിരിച്ച് നേരിട്ടാലും അവരുടേതായ ഒരു സ്പേസിൽ അവര് ഭയങ്കരമായിട്ട് മിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യാം. പിന്നീട് എന്നും ആകാതെ പോയ ആൾക്കാര്, ആത്മഹത്യ ചെയ്ത ആൾക്കാർ വരെ ഉണ്ട്. അതായത് ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് പറയാണ് ഇങ്ങനെ സ്കിൻ ടോണ് ഡാർക്ക് ആയതിന്റെ പേരില് കളിയാക്കി പിന്നെ അവര് സിംഗിൾ ആയിട്ട് ജീവിക്കാൻ തുടർന്നിട്ട് ഒരു 50യോ ആ ഒരു ഏജ് ആയപ്പോ അത്രയും ഡിപ്രസ്ഡ് ആയിട്ട് ആത്മഹത്യ ചെയ്തു പോയൊരു സ്ത്രീയെ കുറിച്ച് റീസെന്റ് ഒരു ഫ്രണ്ട് സംസാരിച്ചായിരുന്നു. അപ്പം നമ്മളിത് ചെറിയ അവരൊക്കെ കോളേജ് ടൈമില് മുതലേ കളിയാക്കുന്നതൊക്കെ കേട്ട് നമ്മളെ പോലെ ഒരു ലോകപരിചയോ അതിനൊന്ന് എതിർക്കാനോ അതിനൊന്ന് ഓവർകം ചെയ്യാനോ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നൊരു 100% ഒരു 90% അതിനെ
എതിർക്കാൻ അറിയാത്ത ആൾക്കാരാണ്. ബാക്കി 10% പിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനവന്റെ മനസ്സിനെങ്കിലും ഒന്ന് പാകപ്പെടുത്തി എടുക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന ഒരു തമാശ എതിരെ നിൽക്കുന്ന ആൾക്ക് തമാശയല്ല, അതൊരു ഹേർട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നെങ്കിൽ ഒന്നും സംസാരിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക. നമ്മൾ സംസാരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ സൈലന്റ് ആയിരിക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഒരു വാക്ക് കൊണ്ടുപോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മുറിവേൽക്കാൻ പാടില്ല എന്നൊരു തോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പകുതി പ്രശ്നം അവിടെ തീർന്നു. സാൻഡി, ഈ സൗഹൃദത്തിന്റെ പേരിലും ബന്ധുത്വത്തിന്റെ പേരിലും ഒക്കെ തമാശ എന്ന പേരിൽ പലരും ബോഡി ഷെയ്മിംഗ് ഒക്കെ നടത്താറുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാലേ ശീലങ്ങളാ, നമ്മളുടെ ശീലങ്ങളാണ് പ്രശ്നം. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ വലിയ കാര്യത്തിൽ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നെങ്കിലും എന്റെ ചേച്ചി ഇങ്ങനെ ഓപ്പോസിറ്റ് വന്ന് നിന്നാൽ എനിക്ക് ചോദിക്കാനൊരു, എന്റെ നാക്കിന്റെ തുമ്പിൽ വന്ന് നിൽക്കും, നീ തടിച്ചു പോയല്ലോടി എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നീ തടിച്ചായി എന്ന് പറയാൻ ഇങ്ങനെ നാക്കിന്റെ തുമ്പിൽ വന്ന് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ശീലിച്ചത് അതാണ്. ഇവൻ നമ്മള് ബോഡി ഷേമിങ്ങിനെതിരെ സംസാരിക്കുമ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുക, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം നമ്മൾ പൂർണ്ണമായിട്ട് ഫിൽഫിൽ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ വൺ ടാസ്ക് ആണ്. അപ്പോ ഇതൊരു ചിന്തയായിട്ട് പോലും വരാത്ത മനുഷ്യരിൽ നിന്ന് നമുക്ക് അതൊന്നും എന്താ പറയാ ഇഗ്നോർ ചെയ്യാൻ പഠിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ആവശ്യമില്ലാത്തത് കളയുക. അതെ, സാൻഡി എന്ന അല്ലെങ്കിൽ സന്ധ്യ രാധാകൃഷ്ണൻ എന്നൊരു ഓണ്ടർപ്രണറിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. സാൻഡി സോ ഞാൻ സാൻഡീസ് ക്രാഫ്റ്റ് വേൾഡ് എന്നുള്ള രീതിയിൽ പോർട്രേറ്റ് എംബ്രോയിഡറി ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്നൊന്നും ബിസിനസ് എന്റെ മൈൻഡ് സെറ്റിലേ ഇല്ല. പക്ഷെ എന്റെ ഹസ്ബൻഡും അച്ഛനും ചേച്ചിയും ഒക്കെ ബിസിനസ് ഇൻഡസ്ട്രി തന്നെയുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോസ് നമ്മൾ തന്നെയാണ്. അപ്പൊ ഈവൻ എനിക്കൊരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ വന്നാൽ പോലും എനിക്കൊന്ന് ലീവ് എടുക്കണം എന്ന് പറഞ്ഞാൽ ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. പിന്നെ നമുക്ക് നമ്മളുടെ സമയവും സന്ദർഭവും അനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാം, നമ്മളുടെ കംഫർട്ട് സ്പേസിൽ ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനത്തേക്ക് ഒരു ചിന്ത വന്നപ്പോ ഞാൻ വെച്ച് തന്നാ ഓക്കെ, ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്ത് നോക്കാം. അപ്പൊ കോവിഡ് ടൈമിലാണല്ലോ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഓൺലൈനിൽ അത് ക്ലിക്കായി ഒരു 6 മാസത്തോളം ഞാൻ അതിന്റെ ഒരു ട്രയൽ ഒക്കെ റൺ ചെയ്ത് നോക്കി, ഓൺലൈനിൽ സാധനങ്ങളൊക്കെ അയച്ചു നോക്കി തുടങ്ങിയപ്പോ എനിക്ക് തോന്നി ഞങ്ങൾക്ക് ഇവിടെ അച്ഛൻ കർട്ടൻസും സോഫ്റ്റ് ഡെക്കേഴ്സ്, ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഡെക്കർ ഇൻഡസ്ട്രിയിൽ ആള് ഒരു 10-12 വർഷമായിട്ട് ഉണ്ട്. അപ്പം അതേ ഒരു ഇത് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ പൊതുവേ സ്ത്രീ സംരംഭകര് കുറവായതുകൊണ്ട് തന്നെ ഭാരിച്ച സാധനങ്ങൾ വീട്ടിലെത്തിക്കുക എന്നുള്ളത് ഒരു വൺ ടാസ്ക് ആയതുകൊണ്ട് തന്നെ അത് ആർക്കും എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും അതൊരു ചാലഞ്ച് ആക്കി എടുത്തിട്ട് എന്റെ സാൻഡി സോയിൽ തന്നെ ഡെക്കറാണല്ലോ എനിവേ ഞാൻ ചെയ്യുന്നത്, അതിൽ തന്നെ കൂടുതൽ പ്രോഡക്ട്സ് ആഡ് ചെയ്ത് ഞാനൊരു ഔട്ട്ലെറ്റ് എന്ന രീതിയിൽ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ മെയ് 25-ന് ഇപ്പൊ 1 ഇയർ ആവുന്നു നമ്മളുടെ ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്. അപ്പൊ ഇനി കൂടുതൽ ബ്രാഞ്ചസിലേക്ക് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. തീർച്ചയായിട്ടും സാധിക്കട്ടെ. അതെ, ഞാനിങ്ങനെ പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്, സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക മാത്രമല്ല മറ്റൊരുപാട് പേർക്ക് അതുമായിട്ട് ജോലി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, സ്വന്തം സ്ഥാപനത്തിന് അല്ലാതെയും. അതെ, അത് ക്യൂൻസ് എന്ന് പറഞ്ഞുള്ള ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ, അത് ഞാൻ ഈ ഓൺലൈനില് പ്രോഡക്ട്സ് സെല് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഈ ഹാൻഡ് ക്രാഫ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ആൾക്കൊരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾക്ക് ഒരു പരിധിയുണ്ട്. അപ്പൊ ഒരു 5-6 വർക്കൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ലോട്ട് അവസാനിച്ചു. അപ്പൊ പിന്നെ ആ ഒരു നമുക്ക് വരുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി വേറൊരാളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിക്കൂടെ, അതൊന്ന് പാസ് ചെയ്തുകൂടെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ ഉണ്ടായത്. അപ്പോ അത് മാത്രമല്ല, നമ്മളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ ഒരു 5000-10000 പേരുണ്ടെന്ന് വിചാരിക്കുക. ഇനി നമ്മളത് അതിനേക്കാൾ കൂടുതൽ പ്രൊഫൈലിലേക്ക് പോകാനായിട്ട് എളുപ്പ വഴി എന്ന് പറഞ്ഞാല് കുറച്ചധികം ആളുകൾ കൂടി നിന്നിട്ട് ഒരു പ്ലാറ്റ്ഫോമായി മാറുക എന്നുള്ളതാണ്. അപ്പൊ ആ 2 കൺസെപ്റ്റും കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ ഉണ്ടായത്. അത് ഞാൻ മാത്രമല്ല, ബാക്കി 4 കോ ഫൗണ്ടേഴ്സും കൂടിയാണ് കൊണ്ട് നടക്കുന്നത്. ബ്ലസ്സി, രേണു, ശില്പ, വിദ്യ. അതിപ്പോ ഒരു 2000-ൽ പരം, 2000 അല്ല 2500ഓളം വിമൺ ഓൺടർപ്രണേഴ്സ് ആയി മാറിക്കഴിഞ്ഞു. അക്രോസ് ദ ഗ്ലോബില് ഉള്ള സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ശരിക്കും ഇത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഒതുങ്ങി നിന്നിരുന്ന ആൾക്കാർ ശരിക്കും നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണമെന്ന ഒരു ചിന്തയിലേക്ക് എത്തി തുടങ്ങി ഇത് വഴിയിട്ട്.
അതെ, തീർച്ചയായിട്ടും. കാരണം ക്യൂൻസിൽ തന്നെ നമുക്ക് ഡെയിലി എൻക്വയറീസ് വരും. എനിക്കും എന്തെങ്കിലും തുടങ്ങണം. എനിക്ക് ലാസ്റ്റ് ഡേ വന്നൊരു എൻക്വയറി ഇങ്ങനെ, ഞാൻ ഗവൺമെന്റ് ജോലി ആണ് എനിക്കുള്ളത്, പക്ഷെ എനിക്ക് എന്തെങ്കിലും വരുമാനം വേണം, വേറെ വരുമാനം വേണം. അതായത് സാധാരണ ആളുകളൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ഒരു ജനറേഷനിൽ നിന്ന് ഇവൻ ഗവൺമെന്റ് ജോലി ഉള്ള ആൾക്കാർ പോലും എന്തെങ്കിലും ഒരു സ്വയം സംരംഭം ചെയ്യണം, എക്സ്ട്രാ ഒരു ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്തിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോമിന് പറ്റിയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അതെ അതെ, 2500ഓളം സ്ത്രീ സംരംഭകരെ ഒരു കുടക്കീഴിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സന്ധ്യ ക്യൂൻ ബിസിനസ് ഗ്ലോബൽ എന്ന കൂട്ടായ്മയിലൂടെ. ക്യൂബിജിയുടെ മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ച്. ക്യൂബിജിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ എക്സിബിഷൻസ് ചെയ്യാറുണ്ട്. നമ്മളൊരു വർഷത്തിലൊരു 3 എക്സിബിഷൻ, അതായത് വീട്ടില് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പൊ ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ലാത്ത ആളുകള് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഫേസ് ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോം അവർക്ക് എന്തായാലും വേണം. കാരണം അവരുടെ ആ ഒരു ഫിയർ, ആ ഒരു കംഫർട്ട് സോണിൽ അവരൊന്ന് എണ്ണീറ്റ് നടക്കണം, പിന്നെ പുതിയ പുതിയ ഇടങ്ങളിലേക്ക് അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ആവണം. അപ്പൊ നമ്മളൊരു 3 എക്സിബിഷൻ എല്ലാ വർഷവും നടത്തും. ലാസ്റ്റ് കാലിക്കറ്റ് ആയിരുന്നു, ഇനി നെക്സ്റ്റ് ഓണം എക്സിബിഷൻ എറണാകുളത്താണ്, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം ആയിരിക്കും. അങ്ങനെ നമ്മള് കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാംഗ്ലൂർ, അങ്ങനെ കോയമ്പത്തൂർ, അങ്ങനെ ഒരുപാട് റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. നമ്മൾ പതുക്കെ 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 വളർന്ന് സ്പ്രെഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാ വർഷവും നമ്മളൊരു ഔട്ടിംഗ് എങ്കിലും ചെയ്യാറുണ്ട്. അതായത് നമ്മൾ സമ്പാദിക്കുന്ന കാശ്, സ്ത്രീകൾ പൊതുവെ ATM കാർഡൊക്കെ പാസ് ചെയ്ത് അവരുടെ ഒരു കാര്യത്തിനും പൈസ യൂസ് ചെയ്യാത്ത രീതിയിൽ ജോലി ചെയ്തിട്ട് ഒന്നുമല്ലാതായി പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് അവനവന് ഉണ്ടാക്കുന്ന ഇൻകം അവനവനും കൂടി വേണ്ടി ഉള്ളതാണെന്ന് തിരിച്ചറിയാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫീൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് അതിനെക്കുറിച്ച് ബോധേഡ് ആവുന്നുള്ളതുകൊണ്ട് വർഷത്തിൽ ഒരു ഔട്ടിങ് നമ്മള് സ്ത്രീകൾ മാത്രമായിട്ട് എവിടെയെങ്കിലും പോകാറുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്. അതിന്റെ സ്വയം എക്സ്പെൻസ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ സേവ് മണി സേവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ എല്ലാ മാസവും അവർ സമ്പാദിക്കുന്നതിന്റെ ഒരു പെർസെന്റേജ് അവർക്ക് ഇഷ്ടമുള്ള പോലെ സേവ് ചെയ്യാനുള്ള സമയമായി എന്ന് നമ്മൾ ഓർപ്പിക്കും. അവരത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സേവ് ചെയ്യും. അപ്പൊ അങ്ങനെ അതിൽ ഒരുപാട് മെസ്സേജുകൾ വരും. വള വാങ്ങിച്ചു, മാല വാങ്ങിച്ചു, ലാപ്ടോപ്പ് വാങ്ങിച്ചു, അച്ഛന് ഓട്ടോ എടുത്തു കൊടുക്കാൻ സഹായിച്ചു. അങ്ങനെ ശരിക്കും എന്താ പറയാ, വിമൻ എംപവർമെന്റ് എന്നുള്ളത് വാക്കുകളിലൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ പല രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സന്ധ്യ മാതൃക തന്നെയാണ്. താൻ കാരണം ഒരുപാട് പേർക്ക് അവിടെ ലൈഫ് ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റി എന്ന് തിരിച്ചറിയപ്പെടുമ്പോഴേക്കും ശരിക്കും സാൻഡിയുടെ ഒരു മൈൻഡ് എങ്ങനെയാണ്? ശരിക്കും എനിക്കെന്ന് പറഞ്ഞാല്, ഇപ്പോ നമ്മൾ പറയില്ലേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ ജീവിക്കും. ഒന്നുകിൽ വെറുതെ രാവിലെ എണീക്കുന്നു, നമ്മളുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, തിരിച്ച് നമ്മൾ വന്ന് കിടന്നുറങ്ങുന്നു. ആ ലൈഫ് എന്നെ അങ്ങനെ എക്സൈറ്റഡ് ആക്കിയിട്ടേ ഇല്ല ഇതുവരെ. ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയാന്ന് വെച്ചാൽ ഡെയിലി നമുക്ക് എന്തെങ്കിലും രീതിയിൽ മെസ്സേജ് വരും, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ജീവിക്കുന്ന ആ ഒരു കാലയളവ് തന്നെ ഭയങ്കര വൃത്തിയായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാല് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് പോലെയാണ്. നമ്മളുടെ ലൈഫിനോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും സർവൈവ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ അച്ചീവ്മെന്റ് ഒന്നും കൂടുതൽ നേടാനില്ല. എന്റെ ലൈഫിനൊരു ലക്ഷ്യം അല്ലെങ്കിൽ ലൈഫ് ലോങ് എനിക്ക് കൊണ്ടുപോകാനൊരു സർവീസ് കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്ന കാര്യം. ശരിക്കും നമ്മളും പ്രൗഡ് തന്നെയാണ് സാൻഡി ഓർത്ത്. സാൻഡി എന്ന ടീച്ചറിനെ കുറിച്ചുകൂടെ എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമ്മള് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം മൺഡേ ടു ഫ്രൈഡേ ഒരു ബാച്ച് ഉണ്ട്, ഡേ ബാച്ച് ഉണ്ട്. അത് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ എംബ്രോയിഡറി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതായത് നമ്മള് ഒരു 40 എംബ്രോയിഡറി സ്റ്റിച്ചസ് അവരെ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവരെ പോർട്രേറ്റ് ട്രേസ് ചെയ്യാനും അത് തുന്നാനും അവരെ കൊണ്ടൊരു പോർട്രേറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ ഒരുപാട് പഠിച്ച് ഇറങ്ങി വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഓൾറെഡി ഉണ്ട്. അതല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് കണ്ട് ഇൻസ്പയർ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോ ക്ലാസ്സുകൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും സാൻഡി സോയിലേക്ക് വരാം. ഓക്കെ, ഇപ്പോ ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്, സ്വന്തമായിട്ട് ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്, മറ്റു പലർക്കും ജോലി കൊടുക്കുന്നുണ്ട്, അതിന്റെ കംപ്ലീറ്റ് കാര്യംസ് എല്ലാം നോക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്? ടൈം എന്ന് പറഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു 12 മണിക്കൂറാണുള്ളത്. മെയിൻ ആയിട്ട് എന്റെ ഒരേ ഒരു കാര്യം, നെഗറ്റീവ് ആളുകളിൽ നിന്നും നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി സമയം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കമന്റ് ഇടുന്നു, അതിനൊരാൾ റിപ്ലൈ ഇടുന്നു, നമ്മൾ അതിന് വീണ്ടും റിപ്ലൈ ഇടുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ചെയിലിന്റെ നെഗറ്റിവിറ്റിക്ക് പുറകെ പോയാൽ ഒരു ദിവസത്തെ ഒരു 2-3 മണിക്കൂർ
പോകാനായിട്ട് അത് മതി. പക്ഷെ ആ 2-3 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മള് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് ഫേസ്ബുക്ക് എന്നത് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം കൂടി ആണ് എന്ന് മനസ്സിലാക്കി അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ടെക്നോളജിയെ നമ്മൾ എപ്പോഴും എതിർക്കാറുണ്ട്, പക്ഷെ നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം നടക്കുള്ളൂ. ഭയങ്കര പെർഫെക്റ്റ് ആണ് ഞാൻ, അങ്ങനെ ഒന്നുമില്ല. എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് ഇപ്പൊ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഞാനത് പ്രകടിപ്പിച്ച് ആ ഒരു മൊമെന്റിന്ന് പാസ് ചെയ്ത് പിന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെന്റലി കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ പറ്റും. കാരണം നമ്മൾ ഒരു ഇമോഷൻസും കൺട്രോൾ ചെയ്യുന്നില്ല. ഒപ്പം നമ്മൾ ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും കൂടി മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ലക്ഷ്യത്തിലേക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഉണ്ടാവും. എനിക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സമയമുണ്ടെന്ന് തോന്നാറുണ്ട്. ഓക്കെ, നമ്മൾ വിചാരിച്ചാല് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നൊരു മെസ്സേജ് കൂടെ സാൻഡി ലൈഫിലൂടെ തന്നെ തരുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് കൂടെ. മെയിൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഞാനൊരു MBA കാരിയാണ്. മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം ഞാൻ +2 പഠിച്ച ഒരു കൈത്തൊഴിലാണ്. അതായത് തുന്നല് പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതും ഇന്ന് നിങ്ങൾ കാണുന്ന സന്ധ്യ രാധാകൃഷ്ണൻ ആയതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ നമുക്ക് എത്ര മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു കൈത്തൊഴില്, ഒരു സൈഡ് ബിസിനസ് നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ആവുന്ന ആ സമയത്ത് നമുക്ക് ധൈര്യപൂർവ്വം മറ്റൊരു ബാക്കപ്പ് ഓപ്ഷൻ എന്തായാലും വേണം. പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുള്ളത്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്, പണ്ടത്തെ പോലെ ഒരു 10 വർഷത്തിന് മുമ്പ് കല്യാണം എന്നതായിരുന്നു ലക്ഷ്യം എല്ലാവരുടെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ കാലഘട്ടത്തില് കല്യാണം എന്ന് പറയുന്നത് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം, അതായത് അവനവന് എന്താ പറയാ ആരും ഇറക്കി വിടാത്ത ഒരു സ്പേസ് ഉണ്ടാക്കാൻ പ്രാപ്തമാവുന്ന രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ആ സമയത്തും ഒരു പാർട്ട്ണർ വേണം, ഒരു കൂട്ട് വേണം എന്ന് തോന്നുമ്പോൾ മാത്രം കല്യാണത്തിനെ കുറിച്ചും അങ്ങനെയുള്ള സ്വപ്നങ്ങളെ കുറിച്ചും ഒക്കെ ആലോചിച്ചാൽ മതി. ശരിക്കും നമ്മള് പലപ്പോഴും സ്ത്രീകൾ പരാതി പറയാറുള്ളത്, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, ഇവിടെ നിന്ന് ഇറക്കി വിട്ടു, അല്ലെങ്കിൽ എനിക്ക് അതില്ല ഇതില്ല, അവരെന്നെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യാറേ ഇല്ല. നമ്മൾ പലപ്പോഴും പലരെയും ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിർത്തിയിട്ട് ഇപ്പൊ ആരും ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് എല്ലാവരും വന്നിട്ട് നമ്മൾ കൂടുതൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ ശ്രമിക്കണമെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് സാൻഡി. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ശരിക്കും ഒരു സൂപ്പർ വുമൺ എന്ന് തന്നെയാണ് സാൻഡിനെ വീണ്ടും വിശേഷിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ആശ്രയ FM എൻ്റെയർ ഫാമിലിന്റെ വക ഒരു താങ്ക്സ് കേട്ടോ. വളരെ നന്ദിയുണ്ട്. എന്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ആര്യോടും ബാക്കി എന്റെ ടീമിനോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു. ഒരുപാട് വിശേഷങ്ങളുമായി സന്ധ്യ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയം 10 മണിയാകാറായിട്ടുണ്ട്. ചെറിയ വലിയ വർത്തമാനത്തിൽ നിന്നും എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി വരികയാണ്. ഒരുപാട് പ്രോഗ്രാംസ് പിന്നാലെ വരുന്നുണ്ട്. ദിസ് ഈസ് RJ ആര്യ സൈനിങ് ഔട്ട് ഫ്രം ചെറിയ വലിയ വർത്തമാനം. കീപ് ഓൺ ലിസ്ണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.